ഒരു മോഷ്ടാവിൻ്റെ ഡയറി എന്ന കഥയുടെ തുടർഭാഗം. ഭദ്രൻ മുഖം തിരിച്ചപ്പോൾ കണ്ട കാഴ്ച തോടിൻ്റെ കരയിലെ പ്ലാമൂടനെന്ന് വിളിക്കുന്ന സ്കറിയുടെ പറമ്പിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന കാച്ചിലാണ്. പിന്നെ ഒട്ടും വൈകിയില്ല. കയ്യാലയിലേക്ക് ചാടിക്കയറി അവൻ കൈകൊണ്ടും കമ്പുകൊണ്ടും മാന്തി പൊക്കി. ഒരു വലിയ കാച്ചിലായിരുന്നു അത്. എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു വലിയ കഷ്ണം അടർത്തിയെടുത്തു. ബാക്കി ചപ്പിട്ട് മൂടി. കിട്ടിയതും കൊണ്ട് വീട്ടിലേക്ക് ഓടുകയായിരുന്നു. ചെന്നതേ മുത്തശ്ശി എന്ന് നീട്ടി വിളിച്ചു. എന്താ കുഞ്ഞേ? ഞാൻ അത് കയ്യിൽ കൊടുത്തു. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇത് എവിടുന്ന് ലഭിച്ചു? ഞാൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ഒരു ചേച്ചി തന്നതാ. ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇനിയും തരാമെന്നും പറഞ്ഞു. മുത്തശ്ശി അത് വേഗം വൃത്തിയാക്കി പുഴുങ്ങി കാന്താരി വെച്ച് ചതച്ച് ഉപ്പിട്ട് ഞങ്ങളത് വയറ് നിറച്ച് കഴിച്ചു. കുറേ ദിവസങ്ങൾ കൂടി വിശപ്പറിയാതെ ഞങ്ങൾ അന്നുറങ്ങി. അതായിരുന്നു എൻ്റെ മോഷണത്തിൻ്റെ അരങ്ങേറ്റം. പിന്നീട് ഞാൻ പണി അന്വേഷിച്ചിട്ടേയില്ല. എൻ്റെ മുഖത്തെ വിശപ്പിൻ്റെ വിളി അറിയാത്ത മനുഷ്യരോട് കെഞ്ചിയിട്ട് കാര്യമില്ലെന്ന് അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി. പിന്നീട് ആരുടെ പറമ്പിൽ തിന്നാൻ കൊള്ളാവുന്ന എന്ത് കണ്ടാലും ഞാൻ അടിച്ചു മാറ്റും. കാച്ചിൽ തുടങ്ങി കപ്പ, ചേമ്പ്, ചേന, ഏത്തക്കുല എന്ന് വേണ്ട കണ്ണിൽ പെടുന്നത് എന്തും ഞാനെടുക്കും. ആരോടും ചോദിക്കില്ല. ആദ്യമൊക്കെ മുത്തശ്ശി എന്നെ വിലക്കാൻ നോക്കി. പക്ഷേ ഞാൻ എളുപ്പവഴികൾ ക്രിയ ചെയ്യുവാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് മോഷണത്തിന് പുതിയ മാനങ്ങൾ ഞാൻ കണ്ടെത്തി. എൻ്റെ ജോലി രാത്രിയിലേക്കാക്കി. പലചരക്ക് കട കുത്തി തുറന്ന് അരിയും സാധനങ്ങളും എടുത്തു വെക്കുന്ന പരിപാടിയാണ് ഞാൻ അടുത്തതായി തുടങ്ങിയത്. എന്നും എങ്ങനെയാ കിഴങ്ങ് നിന്ന് ജീവിക്കുന്നത്? എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറാം. ഇതിനിടയിൽ 2-3 തവണ എന്നെ ചിലർ പിടിക്കുവാൻ ശ്രമിച്ചു. അവിടെ നിന്നെല്ലാം ഞാൻ വഴുതി രക്ഷപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശിക്ക് തീർത്തും വയ്യാതായി. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കയ്യിൽ പണമില്ല. വണ്ടി വിളിക്കാതെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും സാധിക്കില്ല. ഞാൻ തല പുകഞ്ഞാലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടിയില്ല. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും കുറച്ച് പണം കയ്യിൽ ലഭിച്ചേ പറ്റൂ. അത് അടിച്ചു മാറ്റണം. പണമുണ്ടാക്കാൻ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ സ്ഥലത്തെ ഒരു പ്രമാണിയായ തോമസിൻ്റെ വീട്ടിൽ കയറിക്കൂടി. കട്ടിലിനിടയിൽ കയറിയിരുന്നു. അയാൾ മുറിയിലേക്ക് വന്നു. മദ്യമെടുത്ത് ആവോളം കുടിച്ചു. അയാൾ മാത്രമല്ല, ഭാര്യയും. ബോധമില്ലാതെ അവർ കട്ടിലിലേക്ക് വീണു. പണക്കാരുടെ ഓരോരോ ലീലാവിലാസങ്ങളെ. ആ തക്കത്തിന് ഞാൻ അയാളുടെ ആഭരണങ്ങളും മറ്റും ഇരിക്കുന്ന അലമാരി കണ്ടുപിടിച്ചു. പക്ഷേ എടുത്തില്ല. കാരണം മറ്റൊന്നുമല്ല, പണമായിരുന്നു എനിക്ക് ആവശ്യം. ഞാനത് തിരയുന്നതിനിടയിൽ ഒരു കാര്യം കണ്ടു. ഞാൻ നിൽക്കുന്നിടത്തെ തറയ്ക്കൊരനക്കം പോലെ. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അതൊരു തടിപ്പലക പെയിൻറ് ചെയ്ത് തറ പോലെയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ വളരെ പണിപ്പെട്ട് തള്ളിമാറ്റി. അപ്പോഴാണ് കണ്ടത് അതിൻ്റെ താഴേക്ക് നടയാണ്. നടയിറങ്ങി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഹാൾ. അവിടെ നിറയെ പലതരം പെട്ടികൾ. അതിൽ നിറയെ പണമാണ്. ഞാൻ അതിൽ നിന്നും കുറേ പണം എടുത്ത് ഒരു തുണിക്കുള്ളിൽ കെട്ടി പഴയ പോലെ മേളിൽ വന്ന് തടി പഴയതുപോലെ ആക്കി വെച്ച് പതിയെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. വീട്ടിലെത്തി അകത്ത് കടന്നപ്പോൾ മുത്തശ്ശി മരിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ ശരിക്കും പരാജയപ്പെട്ടു പോയത് അന്നാണ്. പിന്നീട് കുറേ ദിവസത്തേന് ഞാൻ വെളിയിൽ ഇറങ്ങിയില്ല. ഒരു ദിവസം പുറത്തിറങ്ങി കയ്യിലുള്ള പണം കൊടുത്ത് ഒരു ചായ കുടിക്കുവാൻ ഒരു ചായക്കടയിൽ കയറി. ചായ കുടിച്ചതിന് ശേഷം പണം കൊടുത്തപ്പോൾ ഒരാൾ ആ പണം വാങ്ങി നോക്കി. അതൊരു SI ആയിരുന്നു. എന്നെ അയാൾ പിടിച്ചു നിർത്തി. ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അയാൾ എന്നെ പൊക്കി സ്റ്റേഷനിലിട്ടു. അന്നാണ് ആദ്യമായി ഞാൻ സ്റ്റേഷനിൽ കയറിയത്. അന്ന് അവിടെയായിരുന്നു താമസം. ചോദ്യം ചെയ്യുകയും അടിക്കുകയും ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് അത് കള്ളപ്പണമായിരുന്നെന്ന്. താമസിയാതെ തോമസിനെയും മകനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. നോട്ടിരട്ടിപ്പിന്. അന്നു ഞാൻ മനസ്സിലാക്കി, വിശപ്പടക്കാൻ ഞാൻ ചെയ്യുന്ന കള്ളത്തരം ഒന്നുമല്ലെന്ന്. കള്ളന്മാർ വെളിയിൽ സുഖമായി വിഹരിക്കുന്നുണ്ടെന്ന്, മാന്യന്മാരായി ജീവിക്കുന്നുണ്ടെന്ന്. പണക്കാരോട് അതിനുശേഷം വലിയ ബഹുമാനമൊന്നും എനിക്കില്ലാതെയായി. പിന്നീട് ഞാൻ സ്ഥിരമായി വലിയ വീടുകൾ തപ്പി തേടി കയറുകയും വിലപിടിപ്പുള്ള വസ്തുക്കൾ അടിച്ചുമാറ്റി അടുത്ത ഗ്രാമത്തിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ടൗണിൽ നിന്നും മടങ്ങുന്ന വഴിയരികിൽ ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും കാണുവാനിടയായി. നേരം നന്നേ ഇരുട്ടിയിരുന്നു. മിന്നാമിനുങ്ങിൻ്റെ വെട്ടമല്ലാതെ മറ്റൊന്നും കാണാനില്ല. പക്ഷെ വെറുതെ നോക്കിയിട്ട് ഞാൻ നടന്നു. എങ്കിലും മനസ്സിൽ നിന്നും ആ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും നിൽപ്പ് മാഞ്ഞില്ല. എന്തോ ഒരു പന്തികേട് തോന്നി. അടുത്ത ഭാഗവുമായി നാളെ കാണാം.